സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ ആവേശവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കേവലം ഒരു തുറമുഖത്തിന്റെ കവാടമല്ല, രാജ്യത്തിന്റെ മഹാകവാടമാണ് തുറക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുറമുഖം യാഥാർത്ഥ്യമായതിന്റെ നാൾവഴികൾ കൂടി അധ്യക്ഷ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ തുടക്കം. ചരിത്രത്തിന്റെ വിസ്മൃതിയിൽ നിന്നാണ് വിഴിഞ്ഞത്തെ വീണ്ടെടുത്തതെന്ന് മുഖ്യമന്ത്രി. കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, മൂന്നാം മിലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണ്. വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് പാടില്ല എന്നതാണ് LDF നിലപാട്. LDFന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്, ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. സ്ഥാപിത താൽപര്യക്കാർ പകർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പിയെന്ന് മന്ത്രി VN വാസവൻ. ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ്. ഈ തുറമുഖത്തിന്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ ആഘോഷത്തിലായിരുന്നു വേദിയും സദസ്സും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകം കൂടിയായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അറിയപ്പെടുക. അങ്ങനെ നമ്മൾ ഇതും നേടിയെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളത്തിന് വിഴിഞ്ഞം എന്ത് നൽകുമെന്ന് അടിവരയിടുന്നതാണ്. വിഴിഞ്ഞത്തുനിന്ന് വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.